പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് വന്ന എല്ലാവർക്കും ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. ഉല്ലാസ് ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഈ സെഷൻ ഒരു ആമുഖം പറയുക എന്നുള്ളതാണ്. ആമുഖം ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തികളാണ്, ഒന്ന് MDയും ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്ന പരിഹാസ്യനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇന്ന് എൻ്റെ ഈ ടോക്കില് MDയുടെ കൃതികളെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ പറ്റിയോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. അതിലേക്ക് ചേച്ചിയും താര ചേച്ചിയും ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും പോകുന്നതാണ്. ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. MDയുടെ മരണത്തിലൂടെ MD ഉണ്ടാക്കി വെച്ച ഒരു ശൂന്യത, നമ്മൾ ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, ഞാൻ ഓർക്കുമ്പോൾ MDയെ പറ്റി എനിക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ള, അത് ടോൾസ്റ്റോയുടെ ജീവിതത്തിലെ ഒരു ജീവിത സന്ദർഭമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 13 വർഷം മുമ്പ് നമ്മൾ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് 1989 ജനുവരിയിലാണ്. അന്ന് ടോൾസ്റ്റോയ്ക്ക് 67 വയസ്സാണ്. 77 ഏകദേശം ഏതാനും ഒരു 8 വർഷം മുമ്പ്, 8 അതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് അന്ന കരനീന അദ്ദേഹം എഴുതി കഴിഞ്ഞിരുന്നു. അപ്പം വളരെ പ്രശസ്തനൊക്കെ ആയിക്കഴിഞ്ഞ് എഴുത്തിൻ്റെയൊക്കെ ഒരു അവസാന കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഈ ജനുവരിയിൽ അദ്ദേഹം ഒരു ചെറുകഥ എഴുതി, ഏതാണെന്നറിയില്ല. ചെറുകഥ എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഭാര്യ സോഫിയ ബെർസുമായിട്ടൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ടോൾസ്റ്റോയുടെ എല്ലാ രചനകളുടെയും ആദ്യ വായനക്കാരി ഭാര്യയാണ്. അപ്പോഴത് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് രണ്ടുപേരും ഒരു തർക്കം ഉണ്ടാകുന്നു. തർക്കം എന്ന് പറഞ്ഞാൽ സാധാരണ തർക്കമല്ല, അവർ തമ്മിൽ കൈവെക്കുന്ന വരെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, അതുപോലെ അത്രമാത്രം തർക്കം, അത്രമാത്രം വഴക്കുണ്ടാകും. അങ്ങനെ ഈ വഴക്കുണ്ടായി. ആ സമയം ഒരു മഞ്ഞുകാലമാണ്. അദ്ദേഹം മോസ്കോയിലാണ്. ആ വീട്ടിലെ കോലാഹലവും പിന്നെ ആ ചുറ്റുപാടുമുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ടോൾസ്റ്റോയി തൻ്റെ ഗ്രാമപ്രദേശത്തുള്ള തൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടേക്കുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വീടുകളിലേക്ക് പോകാനായിട്ട് പുള്ളി തീരുമാനിക്കുന്നു. ഗ്രാമപ്രദേശത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അവൻ പോകുമ്പോൾ അദ്ദേഹം നേരത്തെ പോകുന്നതായിട്ട് സുഹൃത്തുക്കളെ അറിയിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ഇദ്ദേഹം വരുന്നത് വെയിറ്റ് ചെയ്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരിക്കുക. കൊടും മഞ്ഞ് സമയമാണ്. ഇവിടെ ടോൾസ്റ്റോയ് വരാനായിട്ട് വീട്ടിലേക്കുള്ള വഴികളെല്ലാം ഒരുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ടോൾസ്റ്റോയ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവരൊരുക്കി വെച്ച വഴികളിലൂടെയല്ല ടോൾസ്റ്റോയ് പോയത്. ടോൾസ്റ്റോയ് അങ്ങനെ എല്ലാവരും പോകുന്ന വഴി കൂടെ പോകുന്ന ആളല്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വഴികളിലൂടെ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. വേലികളൊക്കെ ചാടിക്കടന്ന് എവിടെ നിന്നൊക്കെ കാടോ അങ്ങനെ ഒന്നും നോക്കാതെ ആ മഞ്ഞിൽ അദ്ദേഹം ഇങ്ങനെ നടന്ന് ആ സുഹൃത്തുക്കളുടെ വീട്ടിലെത്തി എന്ന് പറയുന്നു. പോയി കഴിഞ്ഞൊരു ഏതാനും ദിവസം കഴിഞ്ഞൊന്ന് ഈ ടോൾസ്റ്റോയ് വന്ന വഴി വേറെയാണെന്ന് വീട്ടുകാർക്ക് അറിയാം. അവരത് പ്രതീക്ഷിച്ച വഴിയിലൂടെയല്ല ടോൾസ്റ്റോയ് വന്നത്. അപ്പോൾ ഈ വീട്ടിലെ മുതിർന്ന കുട്ടികൾ, യുവാക്കൾ, ഈ ടോൾസ്റ്റോയ് പോയ വഴി എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ഈ യുവാക്കൾ ഒരു ശ്രമം നടത്തി. ടോൾസ്റ്റോയ് പോയ വഴികളിലൂടെ ഇവർ പോകാൻ ശ്രമിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞുകൊണ്ട് അവർ തിരിച്ച് അറിഞ്ഞു, ടോൾസ്റ്റോയ് പോയ വഴികളിലൂടെ പോകാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ, ടോൾസ്റ്റോയ് എടുത്തു വെച്ച പാദങ്ങൾക്കിടയിലുള്ള അകലം അത്രയ്ക്ക് കൂടുതലായിരുന്നു. ഈ മഞ്ഞിൽ നിൽക്കുമ്പോൾ കുറേ നമ്മൾ താഴോട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ അടുത്ത പാദം എവിടാണെന്ന്, അടുത്താണെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ദൂരെയാണെങ്കിൽ കാണാൻ പറ്റില്ല. അങ്ങനെ അവർ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നാണ് പറയുന്നത്. രൂപകാത്മകമായി ഈ കഥയെ അവതരിപ്പിക്കുമ്പോൾ ലോക സാഹിത്യത്തിൽ മറ്റാർക്കും
പിന്തുടരാൻ കഴിയാത്ത പാതയൊരുക്കി നടന്നു കയറിപ്പോയ ടോൾസ്റ്റോയെ പറ്റി രൂപകാത്മകമായി ഈ പുസ്തകത്തിൻ്റെ റോസാമണ്ട് എഴുതിയ ഈ പുസ്തകത്തിൻ്റെ ആമുഖ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഒരു 13 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇല്ല. ഉല്ലാസ് ഓർമ്മയുണ്ടോ? ഇല്ല. നമ്മൾ ടാഗോറിൻ്റെ നോബൽ ലബ്ധിയുടെ 100-ാം വർഷം SMLF 2013 ആഘോഷിച്ചപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞു. അന്ന് ടാഗോറിനെ ടോൾസ്റ്റോയുമായി ചേർത്ത് വയ്ക്കാനായിട്ടാണ് ഞാൻ ഈ സംഭവം അന്ന് പറഞ്ഞത്. ടാഗോർ അത് തന്നെയാണ്. ഇന്ത്യയിൽ, ഭാരതത്തിൽ ആർക്കും തന്നെ പിന്തുടരാനോ അല്ലെങ്കിൽ കവച്ചു വയ്ക്കാനോ ഒന്ന് നോക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തൻ്റേതായ കാൽപ്പാടുകൾ ചമച്ച് പോയ ഒരു കവിയായിരുന്നു ടാഗോർ. ടാഗോറിൻ്റെ ഒരു പ്രത്യേകത, ടാഗോർ കവി മാത്രമല്ലായിരുന്നു, നോവലിസ്റ്റായിരുന്നു, കഥാകാരനായിരുന്നു, നാടകകൃത്തായിരുന്നു. സ്വന്തം നാടകത്തിൽ അഭിനയിച്ചിരുന്നു, ചിത്രം വരച്ചിരുന്നു, ഗാനങ്ങൾ എഴുതിയിരുന്നു, ഗാനത്തിന് സംവിധാനം കൊടുത്തിരുന്നു. അതുപോലെയുള്ള ഒരു അതുല്യ പ്രതിഭ. അങ്ങനെ താൻ എടുത്തു വെച്ച എല്ലാ മേഖലകളിലും സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ടാഗോർ പോലെ തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എം ടി ഒരേ സമയം ഒന്നിലധികം മേഖലകളിൽ വ്യാപരിക്കുകയും മറ്റാർക്കും തന്നെ പിന്തുടരാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ കവച്ചു വയ്ക്കാനോ കഴിയാത്ത മേഖലകളിലെല്ലാം തൻ്റേതായ ഒരിക്കലും മാഞ്ഞു പോകാത്ത പാദമുദ്ര പതിപ്പിച്ച ടിയുടെ അനുസ്മരണ സമ്മേളനമാണ് ഇന്ന്. അനുസ്മരണ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഓക്കെ ശരി. ഓക്കെ മലയാളം എഴുതിയതാണിത്. ഇത് ഫ്ലിപ്പ് ചെയ്യാനല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അനുസ്മരണ യോഗത്തിൽ എന്നോട് എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. എങ്കിലും ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് ഒഴിവാകുന്നത് ശരിയാവില്ല എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിന് ശ്രമിച്ചത്. ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഇന്നത്തെ ഈ ഒരു ഇതിലെത്തിപ്പെടാൻ. ആലങ്കോട് ലീലാക്ഷൻ സുരേഷ് പറഞ്ഞ പോലെ ടിയുടെ സന്തത സഹചര്യ വർഷങ്ങളോളം സഞ്ചരിച്ച ഒരു പ്രമുഖനായ വാഗ്മിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് അധികം ആൾക്കാരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് അറിയാം. എങ്കിലും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഇന്നത്തെ ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ വഴിയുണ്ട് എന്ന് തോന്നി. എനിക്കും തോന്നിയതാണത്. അപ്പോൾ അതിൻ്റെ പിറകിലുള്ള ഒരു എന്തായിരുന്നു അതിൻ്റെ ചേതോവികാരം എന്ന് ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫെമിനിസ്റ്റ് വിമർശനാധിഷ്ഠിത വായന എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു? സുരേഷ് ഇങ്ങനെ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ച അന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ആലോചിക്കട്ടെ സുരേഷ് എന്ന് ഞാൻ പറയുകയും അതിൻ്റെ തൊട്ട് പിന്നാലെ ഈ ഒരു വിഷയം ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. അതെങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു എന്ന് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം. ഡിസംബർ 23-ന് ടി അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് എന്നുള്ള ന്യൂസ് പല വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആകുലതയിലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളന്ന് വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അദ്ദേഹം ഒരിക്കൽ മരണത്തിനെ മുഖാമുഖം കണ്ടതിന് ശേഷം അതിൽ നിന്ന് തിരിച്ചു നടന്ന മഹാനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും അത് ചെയ്യാൻ സാധിക്കും ഈ വയസ്സിലും എന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും ഒരുപാട് ആകുലതയോടുകൂടി പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ എണീറ്റ് എൻ്റെ നടത്തത്തിന് ഇറങ്ങിയ ഞാൻ മുഖം അടിച്ച് വീഴുകയും ഒരു വാരിയല് പൊട്ടുകയും ചെയ്തു 23-ാം തീയതി. അപ്പോൾ എന്തോ എനിക്ക് ഒരു ശുഭസൂചകമായിട്ട് തോന്നിയില്ല അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ. അങ്ങനെ തിരിച്ചു വന്നു. 25-ാം തീയതി ആണല്ലോ ടി മരിക്കുന്നത്.
അപ്പോൾ അന്നത്തെ ദിവസം പതിവ് പോലെ ഒരുപാട് മെസ്സേജുകളും പല സുഹൃത്തുക്കളുടെയും പല ഷെയറിങ്ങും ഒക്കെ ഒരുപാട് നടന്ന ദിവസമാണ്. മനസ്സിന് ഒരുപാട് വ്യാകുലത ഉണ്ടായിരുന്നു. അന്ന് ഭാഗ്യത്തിന് ഒരു പണിയും നടന്നില്ല എന്ന് മാത്രമല്ല, വെറുതെ ഇരുന്നു. ടി വിയിൽ ഓരോരുത്തർ വന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതൊക്കെ മനസ്സിൽ കണ്ടു, മനസ്സിൽ പോയി വണങ്ങുന്നതൊക്കെ മനസ്സിൽ ഓർത്തു, അങ്ങനെ ഇരുന്നു. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ ഒരു അടുത്ത സുഹൃത്ത്, സാഹിത്യത്തിൽ ഒരുപാട് അഭിരുചിയുള്ള ഒരാൾ എനിക്ക് പകർന്നു തന്ന ചില സന്ദേശങ്ങളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ കടക്കാൻ കാരണമായത്. അപ്പോൾ ആ സന്ദേശങ്ങളിൽ പലതും മരണസമയത്ത്, ഏതൊരു മനുഷ്യൻ്റെയും മരണസമയത്ത് ആരെങ്കിലും അങ്ങനെ ഒരു സംഗതി എടുത്തിടുമെന്ന് നമ്മൾ സംശയിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. പലതും വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ പല വാക്കുകളും കണ്ടു, പല ആശയങ്ങളും ഉണ്ടായിരുന്നു. തീർത്തും അപകീർത്തികരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു. അതിനെക്കുറിച്ച് പലതും ഇത് അയച്ചു തന്ന പല സാഹിത്യകാരന്മാരും ഞാൻ നല്ല സാഹിത്യകാരന്മാരെന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ കൂടിയാണ്, ഞാൻ അംഗീകരിക്കുന്ന സാഹിത്യകാരന്മാർ കൂടിയായിരുന്നു. അതുകൊണ്ട് അതൊരു ദുഃഖകരമായിട്ടുള്ള സംഭവമായി. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. മൈസോജിനിസ്റ്റ് എന്നുള്ള ഒരു വാക്ക് പോലും അതിൽ കണ്ടു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ ആലോചിച്ചു. കുറച്ച് വർഷക്കാലമെങ്കിലും, ഒരു 3-4 വർഷക്കാലമെങ്കിലും എം ടിയുടെ കൂടെ ഒപ്പം മീറ്റിങ്ങുകളിൽ ഇരിക്കാനും അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള ചെറുപ്രായത്തിലാണെങ്കിലും അങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടായി തന്നു എന്നുള്ളൊരു ഭാഗ്യം എനിക്കുള്ളത് കൊണ്ട് കൂടി എന്തോ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം, അതൊന്ന് തെളിയിക്കണം. എന്താ ഇതിൽ വല്ല കഴമ്പുണ്ടോ? ഇതെന്തുകൊണ്ട് ഇങ്ങനത്തെ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നു? ഈ മരണസമയത്തെങ്കിലും അതിനാരെങ്കിലും കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു മറുപടി എങ്കിലും പറയാനോ തുനിയണമല്ലോ എന്നുള്ള ആലോചനയിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ ഇടയായത്. അപ്പോൾ അത് ഫെമിനിസ്റ്റ് അധിഷ്ഠിത വായന, രണ്ടാമതൊരു വായന തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള രണ്ടാമതൊരു ഒരു വായന തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഉയരുന്നു, അതിനെന്താണ് മറുപടി? അദ്ദേഹത്തിന് ഈ വിമർശനങ്ങൾ വലിയ ഒരു പ്രശ്നം ആയിരുന്നിരിക്കാൻ ഒരിക്കലും സാധ്യതയില്ല. സുഖവും ദുഃഖവും ഏകദേശം ഒരു യോഗിവര്യൻ്റെ ഒരു മനസ്സാന്നിധ്യത്തോടുകൂടി നേരിട്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അറിവിൽ, 2ാം വരവിൽ അദ്ദേഹം അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്തുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ ആലോചിക്കപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഒരു ശിഷ്യ, ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ എന്തെങ്കിലും പഠിച്ച ഒരു വലിയൊരു ശിഷ്യ എന്ന നിലയ്ക്ക് അതിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ശ്രീ ലീലാകൃഷ്ണൻ ഇനി അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എഴുത്തിൻ്റെ ചില പ്രത്യേകതകൾ, കരുത്തുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുണ്ട്. അതിലെ സംവേദനക്ഷമത, അദ്ദേഹത്തിൻ്റെ ആ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ കൂടിയിട്ടും ആ കാലഘട്ടത്തിൻ്റെ വളരെ മുൻപേക്ക് കുതിച്ചു പായാനുള്ളൊരു ത്വര അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലുണ്ടായിരുന്നു. അക്കാലങ്ങളിൽ ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതികൾ, സിസ്റ്റംസ്, അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യാകുലത, ഒരു ഉത്കണ്ഠ എല്ലാം അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഈ കഥകൾ നമ്മൾ എല്ലാവരും വായിക്കുന്നത്. ഈ ഫെമിനിസ്റ്റ് വിമർശനങ്ങൾ ഉയരുമ്പോഴും സ്ത്രീകൾക്കും ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനായി മാറുന്നത്, എം ടി മാറുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിന് ആയുധങ്ങളുണ്ട്, കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാഷ. അപ്പോൾ ഈ ഏകായികളും മൗനികളായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളെയും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുകയാണ്, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഇഷ്ടപ്പെടുകയാണ്. അവരുടെ സംഘടനകൾ, അത് ഉള്ളിലുള്ള ഒരു ആന്തരിക സംഘടന കൂടാതെ ബാഹ്യമായിട്ടുള്ള പല സംഗതികളായിട്ടുള്ള സംഘടനകൾ വേറെ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ്, പല ഡൈമെൻഷൻസ് ഈ കഥാപാത്രങ്ങൾക്ക് ചേർക്കുന്ന വിധത്തിലാണ് ആ കഥകൾ ഉരുത്തിരിഞ്ഞത്. പിന്നെ വാക്കുകളുടെ കാര്യം നമുക്ക് പറയാനില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പോലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും മിതത്വം വലിച്ചിരുന്നു വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ. പക്ഷേ മിതത്വം ഉണ്ടെങ്കിലും ആ മിനിമലിസ്റ്റ് എന്നാണെങ്കിൽ കൂടിയിട്ടും അതിൻ്റെ ഒരു ഡെപ്ത്, ഒരു ആഴം വളരെ വലുതായിരുന്നു. അപ്പം അതാണ് ഈ വക പ്രത്യേകതകളാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ കാലത്തിൻ്റെ തന്നെ മികച്ച, ലോകം കണ്ട തന്നെ മികച്ച കഥാകാരന്മാരിൽ ഒരാളായി മാറ്റിയത്. പ്രകൃതി, സ്ഥലം, സത്വം, ഈ 3 കാര്യങ്ങളും എങ്ങനെ സമന്വയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ. പ്രകൃതി എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള ബിംബമാണ്. രചനകളിൽ എല്ലാത്തിലും ഉടനീളം കാണാവുന്നതാണ്. ഒരു പുഴയാവട്ടെ, അല്ലെങ്കിൽ കുളങ്ങളാവട്ടെ, അതല്ലെങ്കിൽ മഞ്ഞ്, വെള്ളപ്പൊക്കം, എന്തോ ആവട്ടെ, ഈ പ്രകൃതിയുടെ എലിമെൻറ്റ്സ് എങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായിട്ട് തന്നെ രൂപാന്തരപ്പെടുന്നുണ്ട്. സ്ഥലം, അപ്പം നമുക്കറിയാം, പല ഇൻ്റർവ്യൂകളിലും പലപ്പോഴായിട്ട് എം ടി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ അടുത്ത് കിടക്കുന്ന, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നിളയും പരിസരങ്ങളും ആണ്
ഇപ്പോൾ ദൂരത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തെക്കാളും എനിക്ക് അറിയാവുന്നതും എനിക്ക് അപ്പോൾ അത് കംഫർട്ട് സോൺ എന്ന് പറയാം. എഴുത്തുകാരൻ്റെ കംഫർട്ട് സോൺ അത് തന്നെയായിരുന്നു, അതിലൊരു സംശയമില്ല. അത് പക്ഷെ ഒരു അത്ഭുതവും കൂടിയാണ്. ഈ ജർമ്മൻ ഭാഷയിൽ പോലും തർജ്ജമ ചെയ്യപ്പെടുകയും അക്കാഡമിക്കലി ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള രചനകൾ രചിച്ച നമ്മുടെ MT, അദ്ദേഹത്തിൻ്റെ രചനകൾ വെറും കൂടല്ലൂർ പോലത്തെ ഗ്രാമത്തിൻ്റെ പരിസരങ്ങളിലുള്ള കഥാപാത്രങ്ങളെയും ആൾക്കാരുടെയും ജീവിതവും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയെന്നുള്ളത് വലിയ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ സ്വന്തം വ്യക്തിത്വം ഈ ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ. അപ്പോൾ ആത്മകഥ എഴുതുന്നതിനെ കുറിച്ച് MTയോട് ചോദിക്കുമ്പോൾ MT പറയുന്നുണ്ട്, എൻ്റെ എല്ലാ രചനകളും ഒരുമിച്ച് വെച്ച് വായിച്ചാൽ അത് എൻ്റെ ആത്മകഥയാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എഴുത്തുകാരൻ അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പകുത്തു വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ അംശങ്ങൾ. അപ്പോൾ അതും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളെ നമുക്ക് ഇത്രയും പ്രിയങ്കരം ആക്കി തീർക്കുന്ന കാര്യങ്ങൾ. ഇനി കഥാപാത്രങ്ങൾ ഒരുപാട് കാലുഷ്യങ്ങളൊക്കെ നിറഞ്ഞ കഥാപാത്രങ്ങളാണ് ആത്മസംഘർഷങ്ങൾ. അപ്പോൾ ഇതിൽ എല്ലാം പുരുഷ കഥാപാത്രങ്ങളാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന നമ്മൾ സ്നേഹിക്കുന്ന കഥാപാത്രങ്ങളാണ്, പുരുഷ കഥാപാത്രങ്ങളാണ്. ഈ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ മഞ്ഞിൽ മാത്രമാണ് ഒരു സ്ത്രീ കഥാപാത്രം വരുന്നത്. മഞ്ഞ് കൂടാതെ ചില ചെറുകഥകൾ, ഇപ്പോൾ കുട്ടിയടത്തി, പിന്നെ വിൽപ്പന, അതുപോലെ കാഴ്ച, അങ്ങനെ തുടങ്ങിയ ചില ചെറുകഥകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിമർശനത്തിൻ്റെ പ്രധാന അടിസ്ഥാനം. ഈ ഒരു പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങളുടെ ദൗർലഭ്യമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പുരുഷപക്ഷം ആണ് അധികവും. അതുമാണ് എല്ലാ ആത്മാംശം നിറഞ്ഞ കഥകളിൽ MT പോലെയുള്ള പുരുഷ കഥാപാത്രങ്ങളല്ലേ പ്രതിഫലിക്കാൻ, അതല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അവരുടെ വ്യവഹാരങ്ങളിൽ അവർ മിക്കവാറും സ്ത്രീകളുടെ വ്യവഹാരങ്ങളിൽ മുഴുവൻ അവർ അന്നത്തെ കാലഘട്ടത്തിലെ ലിംഗപരമായിട്ടുള്ള അവരുടെ വ്യവസ്ഥിതിയിൽ എന്തൊക്കെയാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത് അത് മാത്രം അവർ ചെയ്തു വന്നു. അപ്പോൾ അതാണ് ഒരു വിമർശനം. അവർ അശക്തരായിരുന്നു, അവർ ആശ്രിതരായിരുന്നു, അവർ പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിച്ചു, അവർ പറയുന്നതനുസരിച്ചു. ഇതൊക്കെയാണ് വിമർശനങ്ങൾ. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് MT മുഖ്യത്വം കൊടുത്തില്ല, അങ്ങനെ ഒരു ചോദ്യം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ ഞാൻ കാണിക്കാം. ഇത് ഞാൻ ഈ പറഞ്ഞ പല സോഴ്സിൽ നിന്നും വന്ന പല ഇതിൽ ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്ത ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ ശ്രീപക്ഷം എടുത്തില്ല? എന്തുകൊണ്ടാണ് യാഥാസ്ഥിതികത ഈ കഥാപാത്രങ്ങളിൽ? എന്തുകൊണ്ട് അവർ പൊരുതുന്നില്ല സ്ത്രീകൾ? എന്തുകൊണ്ട് അവർ മൂകരായിരിക്കുന്നത്, അവർ നിശബ്ദരായിരിക്കുന്നത്? എന്തുകൊണ്ട് അവർ മുഖ്യധാരയിൽ വരാത്തത്? എന്തുകൊണ്ട് അവരിത്ര വിരളം, എണ്ണത്തിൽ വിരളം? എന്തുകൊണ്ട് ഭീഷ്മരുടെ പക്ഷം എടുക്കുന്നു രണ്ടാം ഊഴത്തിൽ? എന്തുകൊണ്ട് ദ്രൗപദി ആയിക്കൂടാ? ഇങ്ങനത്തെ ഒരുപാട് എന്തുകൊണ്ട് ചോദ്യങ്ങൾ നമ്മൾ കാണുന്നു ഉണ്ട്. എങ്കിലും അതിലെന്തോ ഒരു ഔചിത്യക്കുറവ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യാഥാസ്ഥിതികത ഇന്നത്തെ കാലത്തിൽ ചേർന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ശരിയാണോ? ഒരു കഥാകൃത്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇദ്ദേഹം ഒരു സ്ത്രീ വിദ്വേഷ പോലുമാണോ? അങ്ങനത്തെ ചോദ്യങ്ങൾ വരെ ഉയർന്നത്. മൈസോജനസ് എന്നുള്ള വാക്ക് വരെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പരിശോധിക്കാന്ന് വെച്ചാൽ ഈ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നൊന്നായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ എല്ലാം എടുക്കാൻ സാധ്യമല്ല. എങ്കിലും ഞാൻ തിരഞ്ഞെടുത്ത ചില കഥാപാത്രങ്ങളിലൂടെ ഒന്ന് ഒടിച്ചു പോവാം. നമുക്ക് നോക്കാം ഇവരുടെ എവിടെ നിന്നാണ് ഇവർ വരുന്നത്, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിലധികവും സൈഡിൽ നിൽക്കുന്നവരാണ്. മുഖ്യമായിട്ടുള്ള ഒരു പുരുഷ കഥാപാത്രത്തിൻ്റെ സൈഡിൽ എവിടെയോ ഒരു സ്ത്രീ കഥാപാത്രം. അപ്പോൾ അവർ ഈ ബൗണ്ടഡ് ബൈ നോംസ്, ഇതിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വന്നതിൻ്റെ ചില പ്രശ്നങ്ങൾ കാണാനുണ്ട് കേട്ടോ. പലതിന് അതിനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന 3-10 വരെ ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബൗണ്ടഡ് ബൈ നോംസ് ഓഫ് അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സമുദായത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരും നമ്മളെ സ്വീകാര്യരായി കരുതുന്ന പോലെ നമ്മൾ പെരുമാറണം, നമ്മൾ നടക്കണം, നമ്മൾ ആടയാഭരണങ്ങൾ അണിയണം എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ കഥാപാത്രങ്ങളിലും അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വയം അവർ സെൽഫ് ഇഫേസിങ്, അല്ലെങ്കിൽ അവർ സ്വയം തന്നിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുപോലെ OV വിജയൻ്റെയൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളെ പോലെയുള്ള ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അതവർ എന്തുകൊണ്ടോ ഉപയോഗിച്ചിരുന്നില്ല. അവരത് സംഭവം അവരത് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള ഒരു രണ്ടുപേരുമായിട്ടുള്ള കമ്പാരിസൺ വരുമ്പോൾ, സമകാലികരായ രണ്ട് എഴുത്തുകാർ, ഒരുപോലെയുള്ള എഴുത്തുകാരുടെ ഒരു കമ്പാരിസൺ വരുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ സ്ത്രീ കഥാപാത്രങ്ങൾ പാർശ്വത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നെങ്കിലും അവർ ആഴമുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. അതിലൊരു സംശയമില്ല. മുഖ്യ കഥാപാത്രങ്ങളായിരുന്നില്ലായിരിക്കാം, പക്ഷെ അവർ ഫ്ലെഷ്ഡ് ഔട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആഴമുള്ള കഥാപാത്രം. അവർ മിതഭാഷികളായിരുന്നു, അധികം വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ കുറുക്കി കൊള്ളുന്ന ചില വാക്യങ്ങൾ ചോദ്യങ്ങൾ അവർ ഉയർത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് കാണാം.
അവർ പ്രതിഷേധം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നിരിക്കാം, പക്ഷെ അവർ പരോക്ഷമായിട്ട് അത് പ്രത്യക്ഷത്തിലൊന്നും ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ ഒരു പ്രതിഷേധം. അപ്പോൾ ഞാൻ മഞ്ഞിലൂടെ തുടങ്ങുകയാണ്. മഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നോവലാണ്. അതിലെ പ്രധാന കഥാപാത്രം വിമല സ്ത്രീ കഥാപാത്രമാണ്. അപ്പോൾ ഈ മഞ്ഞിനെ കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ തന്നെ ഈ അക്കാഡമിക്കലി ഇതൊരു ഇക്കോ ഫെമിനിസ്റ്റ് ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണെന്ന് പോലും പറയുന്നവരുണ്ട്. അപ്പോൾ മഞ്ഞിലൂടെ MT എന്ന കഥാകൃത്ത് ഒരു ഇക്കോ ഫെമിനിസ്റ്റായി മാറി. അതായത് പ്രകൃതിയും സ്ത്രീ പ്രകൃതിയുടെ പ്രശ്നങ്ങളും സ്ത്രീയുടെ പ്രശ്നങ്ങളും ഒന്നാണ്. പ്രകൃതിയെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു പുരുഷൻ സ്ത്രീയെയും ഒരുപക്ഷെ അതേപോലെ നന്നായി കൈകാര്യം ചെയ്യും, മറിച്ചു എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കുന്നതാണ് ഈ ഇക്കോ ഫെമിനിസം. അപ്പോൾ ഈ മഞ്ഞിലെ വിമലയായി ചിത്രീകരിക്കുന്നതിലൂടെ MT ഒരു ഇക്കോ ഫെമിനിസ്റ്റ് ആയി ഉയരുകയാണ് ചെയ്തത് എന്ന് വരെ പറയുന്ന സ്കോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് വിഷയങ്ങൾ, ഇതിൽ വരുന്ന വിഷയങ്ങൾ പാട്രിയാർക്കി, അതിൻ്റെ പ്രശ്നങ്ങൾ, തീർച്ചയായിട്ടും വിവാഹേതര ബന്ധങ്ങൾ, വിമലയുടെ അമ്മയുടെ, പിന്നെ കുടുംബത്തിൻ്റെ പൊതുവെ ശിഥിലത, ബന്ധങ്ങളുടെ ഒരു ശിഥിലത അതിൽ കാണാം. ഏകാന്തതയുണ്ട്. വിമല പൊതുവെ ആരുമായിട്ടും അധികം ഇടപഴകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീ ആയിട്ടാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അവർ കൂട്ടുകാരോടായാലും ആരുമായിട്ടും വലിയ അടുപ്പമില്ല, പൊതുവെ അങ്ങനെ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ കാത്തിരിപ്പിൻ്റെ ഒരു വ്യർത്ഥത, വിമല മാത്രമല്ല അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും കാത്തിരിപ്പിൻ്റെ ഒരു മഞ്ഞിൽ കൂടെ കടന്നു പോവുകയാണ്. അവർ എല്ലാവരുടെയും കാത്തിരിപ്പിന് ഒരു അറ്റം ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. വരും, വരാതിരിക്കില്ല എന്ന് അതിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് തോന്നും ചിലപ്പോൾ മിക്കവാറും ഉണ്ടാവില്ല, അവരിലുണ്ടാവില്ല എന്ന് തോന്നും. അപ്പോൾ ഇതിൽ മഞ്ഞ് ഒരു MT അതൊരു ശക്തമായിട്ടുള്ള ബിംബമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വിമലയെ പോലെ, വിമല എന്നുള്ള പേര് തന്നെ നൈർമല്യം, മഞ്ഞും അതുപോലെ വെളുത്ത് ഒരു നൈർമല്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അത് രണ്ടും ഒരുമിച്ചാണ്. അപ്പം മഞ്ഞ് എന്നുള്ള ആ തലക്കെട്ടും വിമല എന്നുള്ള കഥാപാത്രവും രണ്ടും എന്തോ അങ്ങനെ വളരെ റാൻഡായിട്ട് സംഭവിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ വിമലയെ പോലെ വേറെ പലരും ഉണ്ടല്ലോ ഈ കാത്തിരിപ്പിൻ്റെ ആൾക്കാർ. അപ്പം അതിൽ ഈ മഞ്ഞിനുള്ള പങ്ക് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞ് ആ വൈകാരിക ശൈത്യം ആണ് അവരുടെ എല്ലാവരുടെയും, ആ ബന്ധങ്ങളുടെ വൈകാരിക ശൈത്യത്തിൻ്റെ ഒരു പ്രതീകമാണ് മഞ്ഞ്. അപ്പോൾ ഇതിൽ പല ഉപകഥകളും ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ഈ കടത്തുകാരൻ്റെ ഒരു കഥയുണ്ട്, വിമലയ്ക്കൊരു കഥയുണ്ട്, വിമലയുടെ അച്ഛനും അമ്മയും കുടുംബങ്ങളിൽ വേറെ കഥകളുണ്ട്. ഈ കഥകളൊന്നും പക്ഷേ കഥാകൃത്ത് മഞ്ഞിൽ വളരെ ക്ലിയറായിട്ടും എവിഡൻ്റായിട്ടും അത് പ്രതിപാദിക്കുന്നില്ല. കുറച്ചൊരു മഞ്ഞിൻ്റെ മൂടൽമറയിൽ കൂടെയാണ് നമ്മൾ ആ കഥകൾ കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ മഞ്ഞിന് അങ്ങനെ ഒരു കഥ എഴുത്തുകാരൻ്റെ ഒരു ആയുധം എന്ന നിലയ്ക്കും അതിനൊരു പങ്ക് അതിലുണ്ട്, ഒരു റോളുണ്ട്. അപ്പോൾ പക്ഷേ എങ്കിലും ഇതൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും ഈ സ്ത്രീ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇത്ര സൂക്ഷ്മമായിട്ടും ഇത്ര സെൻസിറ്റീവായിട്ടും ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഥാകൃത്തിൻ്റെ ഒരു കൈ എന്താ പറയുക, ആ ഒരു ആ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം അത് ഇതിൽ തെളിഞ്ഞു കാണാം. ഈ ചെറിയൊരു നോവൽ ആണെങ്കിൽ കൂടി, സ്ത്രീപക്ഷ നോവലിൽ ആദ്യമായിട്ട് MT എഴുതുന്ന സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് എഴുതുന്ന ഒരു നോവൽ, അത് വളരെ ഒരു ഈ വിമർശനങ്ങളൊക്കെ അടിച്ചൊരു മറുപടി പറയുന്ന ഒരു കഥയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വിൽപ്പന എനിക്ക് വരുമ്പോൾ ഇതിൽ മിസ്സിസ് പരേഖ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അവരുടെ ഏകാന്തതയാണ് ഇതിലത്തെ പ്രതിപാദ്യ വിഷയം. ആക്ച്വലി ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു ഏകാന്തത, ആ ഏകാന്തതയെ കുറിച്ചിട്ട് അവർക്ക് വാചാലയാവാനുള്ള കഴിവില്ല. അവരുടെ ആ നിൽക്കുന്നിടത്ത് നിന്നുള്ള ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ആത്മാഭിമാനം അതിനെക്കുറിച്ച് കേഴാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇതിൽ കൂടെ കടന്നു പോകുന്ന സ്ത്രീ, അപ്പം അതിൽ ആ ഒരു രണ്ടും തമ്മിൽ ഒരു ബാലൻസ് ചെയ്ത് പോകുന്ന ആ കഥാപാത്രത്തിൻ്റെ ആ കൈകാര്യം ചെയ്യുന്നതിലുള്ള സൂക്ഷ്മത, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, വിസ്മയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ കാഴ്ചയിലെ സുധക്കുട്ടിയും അവരുടെ വല്യമ്മയും, അപ്പം സുധക്കുട്ടി ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അവർ വിവാഹമോചനത്തിന് തയ്യാറെടുക്കുകയാണ്, അതിൻ്റെ ദുർഘടമായിട്ടുള്ള പാതകളിലൂടെ നടന്നു നീങ്ങാനുള്ള തയ്യാറെടുപ്പായിട്ട് വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അമ്മയോ കൂട്ടുകാരോ ആരും തുനിയുന്നില്ല, ആരുമില്ല അവർക്ക്. അവസാനം അവരുടെ വയസ്സായ അന്ധയായ വല്യമ്മയെ കാണാൻ പോകുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഉൾക്കാഴ്ച കാണിക്കുന്നത്. അവർ പറയുന്നത് ഈ ബന്ധങ്ങളിൽ നിന്ന് കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള വിധത്തിൽ അവരെ ഉപദേശിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്യുന്ന വല്യമ്മ.
അപ്പോൾ കാഴ്ചയില്ലാത്ത വല്യമ്മയാണ് അതിൽ ഉൾക്കാഴ്ചയുള്ള കഥാപാത്രം. അപ്പോൾ അവരുടെ വയസ്സും കൂടെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ അത് ഒരു ഫെമിനിസ്റ്റ് സ്ത്രീപക്ഷം ചിന്തിക്കാത്ത ഒരു കഥാകൃത്തിന് എങ്ങനെ ഒരു കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാലത്തിലെ സുമിത്ര, കാലത്തിലെ കഥാനായകൻ സേതുവാണല്ലോ. അപ്പോൾ അതിൽ പക്ഷേ സുമിത്ര എന്ന കഥാപാത്രത്തെ നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. പലപ്പോഴും ആയിട്ട് നമ്മൾ കോട്ട് ചെയ്ത് കാണുന്ന ഒരു കഥാപാത്രമാണ് സുമിത്ര. അപ്പോൾ സുമിത്രയുടെ ഈ കാലം സേതുവിൻ്റെ കഥയാണ്, നമുക്കറിയാം. പക്ഷേ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഈ സുമിത്ര ഒരു ഘട്ടത്തിൽ സേതുവിനോട് പറയുന്നുണ്ട്, ഈ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട്, സുമിത്ര പറയുന്നു, എന്ത് ഇഷ്ടം, സേതുവിനെ എന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ, സേതുവിനോട് മാത്രം. അപ്പം ഈ ഒരു കോട്ട് നമ്മൾ സാധാരണ ഉദ്ധരിച്ച് കാണുന്ന ഒരു കോട്ടാണ്. ഒരു സ്ത്രീപക്ഷം അല്ലാത്ത നോവലിലെ ഒരു സ്ത്രീ കഥാപാത്രം പറയുന്ന ഒരു കോട്ട്. അപ്പോൾ അത് കാലത്തിനപ്പുറം അത് ഇപ്പോഴും അത് ഓർമ്മിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ കഥാകൃത്ത് സ്ത്രീ മനസ്സ് കാണാത്തൊരു കഥാകൃത്തായിരുന്നു ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ തിരക്കഥകളിലേക്ക് വന്നാൽ നമുക്കറിയാം എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു MTയുടെ തിരക്കഥകൾ, അതൊന്ന്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിനോട് കൂടുതൽ അടുത്ത് നിന്നിരുന്നത് സാഹിത്യ രചനകൾ തന്നെയായിരുന്നു, അതിൽ തർക്കമൊന്നുമില്ല. എങ്കിലും തിരക്കഥകൾ എടുക്കുമ്പോൾ പൊതുവേ നമുക്ക് പറയാൻ കഴിയും മറ്റേതിൽ ഉള്ളതിനേക്കാളും ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തിരക്കഥകളിൽ ധാരാളം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ആരണ്യകത്തിലെ ആ ഒരു കൗമാരക്കാരി, ഒരുപാട് ജിജ്ഞാസകളുള്ള ഒരു കുട്ടി കൗതുക എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ പഞ്ചാഗ്നിയിലെ ഇന്ദിര, ഒരു കൊലപാതകത്തിന് ഒരു മടിയും കൂടാതെ, എന്ന് വെച്ചാൽ അത് സത്യത്തിൻ്റെ പക്ഷം ന്യായത്തിൻ്റെ പക്ഷം നിൽക്കണം എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് സ്വന്തം സ്വാതന്ത്ര്യം വില കൽപ്പിക്കാതെ ഒരു കൊലപാതകം ചെയ്ത് ജയിലിലേക്ക് പോകുന്ന ഇന്ദിര. അതുപോലെ ആൾക്കൂട്ടത്തിൽ തനിയിലെ അമ്മുക്കുട്ടി സാധാരണക്കാരിയാണ്, പക്ഷെ അവർക്ക് നല്ല ആത്മാഭിമാനമുള്ള സ്ത്രീയാണ്. അവരെ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ച് പോയ നായകനാണെങ്കിൽ കൂടിയിട്ടും അവർക്കാവുന്ന വിധത്തിൽ അവർ കല്യാണം കഴിക്കാതെ നിന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് അവരുടെ ഒരു ദൗർബല്യമായിട്ട് നമുക്ക് കണക്കാക്കാനേ കഴിയില്ല. അതുപോലെ അനുബന്ധത്തിലെ സുനന്ദ, ആ ടീച്ചർ, തനിയെ നിന്ന് എങ്ങനെ അവർ ഇത്രയും അധികം കാര്യങ്ങളോട് പൊരുതി ഒറ്റ ആക്കിയ ഒരു അമ്മ മാത്രം, ഒരു കുട്ടിയെ സംരക്ഷിക്കുന്ന ചുമതലയുള്ള ഒരു അമ്മ എന്തെല്ലാം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത്. ഈ കഥാപാത്രങ്ങളൊക്കെ തിരക്കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ വളരെ മിഴിവും ഒരുപാട് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ മിഴിവാർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ മറുപടി പറയാനായിട്ട് ഫെമിനിസ്റ്റ് വിമർശനങ്ങളുടെ മറുപടിയായിട്ട് നമുക്ക് ഒരു കാര്യം നോക്കിയാൽ കാണാം, കൂടലൂരും ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ കഥാകൃത്ത് എല്ലാ കഥകളും പറഞ്ഞിരുന്നത്. US, നൈനിറ്റാൾ, അതുപോലെ വാരണാസി, ബോംബെ പോലത്തെ പട്ടണങ്ങളിൽ നിന്ന് എഴുതിയ കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രകൾക്ക് ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഒരു യാത്രയ്ക്ക് ശേഷം ഒരു ആ കണക്ഷൻ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് എഴുതിയ കഥകളാണ് അദ്ദേഹം. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം സ്ത്രീ മനസ്സുകളിലേക്ക് യാത്ര ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു യാത്രയല്ല മാത്രമായിരുന്നില്ല അത് ശരിക്കും പഠിക്കാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള യാത്രകളാണ്. അപ്പോൾ സ്ത്രീ മനസ്സുകളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തിരുന്നു, അങ്ങനെ തന്നെ യാത്ര ചെയ്തിരുന്നു. ആ കണ്ടെത്തലിൻ്റെ ആഴം, എത്ര ആഴത്തിൽ അദ്ദേഹം പോയി, എത്ര ആത്മാർത്ഥതയായിട്ടാണ് അദ്ദേഹം അത് അറിയാൻ ശ്രമിച്ചത്, അത് മാത്രമേ നമുക്ക് ഇവിടെ പ്രസക്തമായിട്ട് കാണാനുള്ളൂ. വേറൊന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ചെറുത്തുനിൽപ്പിൻ്റെ സ്ത്രീ ശബ്ദങ്ങൾ ഈ ഒരു പക്ഷേ രചനകളിൽ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഈ കഥാപാത്രങ്ങളെല്ലാം ഒരു നിറവുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. അവരുടെ മനസ്സുകൾ മിക്കവാറും സ്വതന്ത്രമായിട്ട് തന്നെ വ്യാപരിച്ചിരുന്നു എന്ന് തന്നെ പറയണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തൻ്റെ കാലഘട്ടത്തിൽ 1950, 40, 50, 60കളിൽ ജീവിച്ചിരുന്ന എല്ലാ സ്ത്രീകളെയും അദ്ദേഹം തൊട്ടറിഞ്ഞിരുന്നു. ആ സ്ത്രീ ജീവിതങ്ങൾ വളരെ അടുത്ത് തന്നെ അദ്ദേഹം അറിഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് ഈ രചനകളിലെ യാഥാസ്ഥിതികത അദ്ദേഹം ഒരു കഥാകൃത്ത് എന്ന നിലയ്ക്ക് ഉപയോഗിച്ചതല്ല, അതിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. എന്തുകൊണ്ട്? അത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥകളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അങ്ങനെയായിരുന്നു. അവരുടെ സത്യസന്ധമായിട്ടുള്ള ഒരു നേർചിത്രം അദ്ദേഹം വരച്ചു കാണിച്ചു, അത്രേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കൈകാര്യം ചെയ്ത എല്ലാ സമസ്യകളും, സാമൂഹ്യ സമസ്യകളിലും അയാൾ ലിംഗപരമായിട്ടുള്ള ഒരു വേർപിരിക്കലും കാണിച്ചിരുന്നില്ല. അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ അതങ്ങനെ വേർതിരിച്ച് കാണേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫെമിനിസം. അങ്ങനെ ഞാൻ അതിനെ കാണുന്നു. അങ്ങനെ അവസാന വാക്കായിട്ട് പറയുന്നത്, MTയെ ഞാൻ കാണുന്നത് ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫെമിനിസം അതിലൊരു ചെറിയ സബ്സെറ്റ് മാത്രമാണ്. നിങ്ങളൊരു ഹ്യൂമനിസ്റ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ഫെമിനിസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജീവിക്കും. അപ്പോൾ അങ്ങനെ കാണുന്നു. പ്രണാമങ്ങൾ. എന്നും സ്നേഹത്തോടെ മാത്രം.